ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ പ്രകാശൻ വിക്രത്തിന്റെ അരികിലിരിക്കുന്ന ഭാഗമാണ്. അങ്ങനെ മക്കളോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താണ് നടന്നതെന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, എടാ മക്കളെ, നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാണ് നിന്റെ അമ്മ ദീപ, അതായത് എൻ്റെ ദീപ. ആ ദീപ മരിച്ച സമയത്ത് നീ ഒന്ന് വന്നോടാ അവസാനമായിട്ടൊന്ന് കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ നിർത്തടോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് അവൻ്റെ കർണക്കുറ്റി നോക്കി തൻ്റെ കഥാപ്രസംഗം നിർത്തടോ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ്റെ കർണം നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രകാശൻ. അങ്ങനെ അവൻ അവിടെ കിടന്ന് വീഴുകയാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും അവനിങ്ങനെ പറയുകയാണ്, മക്കളെ, ഇനിയെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാടാ, സന്തോഷത്തോടു കൂടി ജീവിക്കാടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നമുക്കിനി ഒന്നിന്ന് തുടങ്ങാം. നിന്റെ പെങ്ങന്മാരല്ലേടാ അവരെ സ്നേഹിച്ചിട്ട് നിനക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ ആദ്യം തുടങ്ങി ചിന്തിക്കാൻ നോക്കാം. അപ്പം എന്ന് പറയുമ്പോൾ പോടോ നാണം കെട്ടവനെ, അഴിച്ചുവിടടോ എന്നെ എന്നിങ്ങനെ വീണ്ടും അവനിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. അപ്പം പ്രകാശൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവിടെ ഒരു കസാരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് പ്രകാശൻ ആ കെട്ടിയിട്ട കാലുകൊണ്ട് ചവിട്ടുന്നൊക്കെ ഉണ്ടിട്ട് ഈ പറയുന്ന വിക്രം. അതിനുശേഷം പ്രകാശൻ തൻ്റെ കയ്യിലൊരു വെള്ളം കുപ്പിയുണ്ട്, അതിൻ്റെ പറയുകയാണ്, എടാ നിനക്കറിയോ മക്കളെ, നിനക്ക് മീനിലും മട്ടനിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ തന്നെയായിരുന്നു. ചിക്കൻ മേടിക്കാൻ വേണ്ടി ഞാൻ കടയിലോട്ട് പോകുമ്പോൾ ആ കടയിലെ ആൾക്കാർ കോഴിയെ അറക്കാൻ പോകുന്ന കോഴിയെ ഇങ്ങ് എടുക്കും. എന്നിട്ട് ആ കോഴിക്ക് ആദ്യം തന്നെ എന്താ ചെയ്യാന്നറിയോ, കുറച്ച് വെള്ളം അങ്ങ് കൊടുക്കും എന്നും പറഞ്ഞ് പ്രകാശൻ ആ കുപ്പിയിലെ വെള്ളം വിക്രത്തിൻ്റെ വായിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം താൻ എന്താണോ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. അതെ, എന്തായാലും നീ നന്നാവില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇനി നീ ജീവിച്ചിരിക്കാൻ അർഹനല്ല. അതുകൊണ്ട് ഈ അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ നിന്റെ മരണം ഞാൻ ഇങ്ങ് വിധിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലൊരു തോർത്തുണ്ടായിരുന്നു. ആ തോർത്തെടുത്തിട്ട് അവൻ്റെ കഴുത്തിന് ചുറ്റുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ മുറുക്കണ സമയത്ത് അവൻ പറയുകയാണ്, കോടതിയും വക്കീലും ജഡ്ജും ഒക്കെ ഞാൻ തന്നെയാണ്, നിന്നെ ഞാൻ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തോർത്ത് അങ്ങ് വരിച്ച് മുറുകുകയാണ് വിക്രം. അവിടെ അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ആ തോർത്തെടുക്കുമ്പോൾ വിക്രം അവിടെ മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാര്യങ്ങളെല്ലാം പെൺമക്കളോട് പറയുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതിനുശേഷം ഞാൻ അവനെ കെട്ടിത്തൂക്കിയതാണ് എന്ന് പറയുമ്പോൾ പെൺമക്കൾ പൊട്ടിക്കരയുകയാണ്. അതേ മക്കളെ, മക്കളുടെ ജീവിതത്തിൽ ഇനി അവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഓരോരുത്തരുടെയും ജീവൻ എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. മക്കളും അച്ഛനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് പോലീസ് ജീപ്പ് അവിടേക്ക് വരികയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അച്ഛാ പോലീസ്. മക്കളെ പേടിക്കേണ്ട, ഞാൻ തന്നെയാണ് പോലീസിന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ വിളിച്ച് പോലീസിനെ അറിയിച്ചായിരുന്നു, എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മക്കൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ പോലീസ് SIയും പിന്നെ കോൺസ്റ്റബിളും കുറേ പോലീസുകാരൊക്കെ ഇങ്ങനെ വരികയാണ്. അങ്ങനെ പ്രകാശിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, സാറേ ഞാൻ തന്നെയാണ് വിളിച്ചത്, ഇത് എൻ്റെ മകൻ അകത്ത് മരിച്ചു കിടക്കുന്നുണ്ട്, ചെന്ന് നോക്കിക്കോ എന്ന് പറയുമ്പോൾ പോലീസ് എല്ലാവരും അകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവൻ കെട്ടി തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ട് വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പോലീസുകാരോട് പറയുന്നുണ്ട്, ഇത് എത്രയും വേഗം തന്നെ ഈ ബോഡി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യ് എന്നിങ്ങനെ പറയുകയാണ് CI മാർട്ടിൻ. അപ്പോൾ CI വന്നിട്ട് പ്രകാശനോട് പറയുകയാണ്, എന്നാൽ പോകാം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ജീപ്പിലോട്ട് കയറി എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എന്തിനാ സാറ് എല്ലാവരും, ഞാൻ മാത്രമാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പോലീസിൻ്റെ നടപടിക്രമത്തിൽ ഞങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, അച്ഛനും മക്കളും, അതുകൊണ്ട് തൽക്കാലം നിങ്ങളെല്ലാവരും കയറി എന്ന് പറയുമ്പോൾ കല്യാണി ആയാലും കാർത്തിക ആയാലും പറയുന്നുണ്ട്, അത് സാരില്ല സാറേ, ഞങ്ങളും കൂടി വരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ജീപ്പിലോട്ട് കയറുകയാണ്. എല്ലാവരും കൂടി കയറി ജീപ്പ് അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടും പ്രകാശൻ അങ്ങനെ നടക്കുന്ന സമയത്ത് മക്കൾ പറയുകയാണ്, അച്ഛ എന്നാൽ അച്ഛൻ എന്തിനത് ചെയ്തപ്പുറം സാരില്ല മക്കളെ, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ അവരെന്തെങ്കിലും ചെയ്തേനെ. അപ്പം CIയും പറയുന്നുണ്ട്, ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളടക്കം എല്ലാം ഞാൻ അറിഞ്ഞതാണ്. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും അത്ഭുതമാണ് തോന്നുന്നത്. എന്തായാലും മകനെ അച്ഛൻ കൊന്നത് അത് ഒരു കോടതിക്ക് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് തന്നെ കോടതി ശിക്ഷയില്ലാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ പ്രകാശനെ സെല്ലിൻ്റെ അകത്തിടുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത്
ഇവനാണെങ്കിൽ കിരണാണെങ്കിൽ അകത്തങ്ങനെ അതായത് ഓഫീസിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CI മാർട്ടിൻ്റെ കോള് കാണുമ്പോൾ കിരൺ പറയുകയാണ്, ഇയാൾ എന്തിനാ എന്നെ വിളിക്കുന്നത് ഇപ്പോൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കോൾ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണോ ഈ നടക്കുന്നത്, അത് തൻ്റെ ശത്രു ഒരാളും കൂടി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ആരാ സാറ് എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു വിക്രമില്ലേ അവനാണ്, സ്വന്തം അച്ഛൻ തന്നെയാണ് അവനെ കൊന്ന് കെട്ടിത്തൂക്കിയത് എന്ന് പറയുന്ന സമയത്ത് കിരൺ ഞെട്ടിപ്പോവുകയാണ്. അത് തൻ്റെ ഭാര്യയടക്കം പെൺമക്കൾ 3 പേരും ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്, അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ്. ശരി സാർ, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കിരൺ. അങ്ങനെ ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങനെ കിരൺ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നവീനെ വിളിച്ച് പറയുന്നുണ്ട്, നവീൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, അത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ വരണമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കല്യാണിയുടെ ഫോണിലേക്കും നമ്മുടെ കിരൺ വിളിക്കുകയാണ്. അങ്ങനെ കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കിരണേട്ട ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു, CI എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അതെ ഞാൻ കിരണേട്ടനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു അച്ഛൻ. അപ്പോൾ പറയുന്നത് സാരില്ല, എന്തായാലും അച്ഛനെ രക്ഷപ്പെടുത്താം എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും നമ്മുടെ കിരൺ അവിടെ നിന്നും അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന സരയു ഈ കിരണിൻ്റെ അരികിലേക്ക് വരുന്നത്. അപ്പോൾ കിരണിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എടി ഒരാളും കൂടി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം, അവൻ ഇത്രയും സ്നേഹിച്ച് ഈ ലോകത്ത് ഇത്രയും സ്നേഹിച്ച് വളർത്തിയ ഒരു മകനുണ്ടായിരിക്കില്ല, ആ മകൻ്റെ ജീവൻ ആ അച്ഛൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കെട്ടിത്തൂക്കുകയായിരുന്നു കെട്ടി ഞാർത്തുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സരയൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയും മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കും കല്യാണി നടക്കാൻ പോയ സമയത്ത് അവന് വരാൻ പറ്റാഞ്ഞത്, ഇങ്ങനെയൊക്കെ നടന്നു കാണും അവിടെ എന്നിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരയ് പറയുകയാണ്, എന്തായാലും ഒരുത്തൻ്റെ ശല്യം കൂടി ഇല്ലാതായില്ലേ കിരണി, അത് സമാധാനിക്കാം എന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ എത്രയായാലും പ്രകാശനെ അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് തോന്നില്ല, എത്രയായാലും കൊലപാതകമല്ലേ എന്നങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും അവിടെ വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് കിരൺ അവിടെ നിന്നും പുറപ്പെടുകയാണ്. അതുപോലെ തന്നെ സരയുവാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പ്രകാശൻ സെല്ലിൽ കിടക്കുന്ന കാണിക്കുന്നുണ്ട്. പെൺമക്കൾ 3 പേർ അങ്ങനെ ഇരിക്കുകയാണ്. മക്കളെ പോയില്ലേ ഇതുവരെ, കിരൺ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ. അപ്പോൾ സാരില്ല അച്ഛൻ, ഞങ്ങളിവിടെ നിന്നോളാം, അത്രയും നേരമെങ്കിലും ഞങ്ങൾക്ക് അച്ഛനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് മറ്റൊരു പോലീസ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളെ 3 പേരെയും അവിടേക്ക് വിളിക്കുന്നുണ്ട് സാർ എന്ന് പറയുമ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, കിരൺ മോൻ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ വന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മക്കൾ ചെല്ല് അച്ഛ എന്ന് പറയുമ്പോൾ സാരില്ല മക്കൾ പൊക്കോ. അങ്ങനെ അവർ പോകുമ്പോൾ കല്യാണി വീണ്ടും പ്രകാശിനെ തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, പൊക്ക മക്കളെ, കുഴപ്പമില്ല, അച്ഛൻ ഓക്കെയാണ്, പൊക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രകാശൻ നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണിയാണെങ്കിൽ അവിടെ നിന്നും പതുക്കെ കിരണിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. പ്രകാശൻ അങ്ങനെ ആ സെല്ലിൽ പിടിച്ച കമ്പിക്കഴികളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്